നമസ്കാരം. മലയാളം റിയാലിറ്റി ഷോ ബിഗ് ബോസ് പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. ബിഗ് ബോസ് സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഉത്തരവ്. എറണാകുളം സ്വദേശി അഭിഭാഷകൻ ആദർശ് നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി ഇതു സംബന്ധിച്ച് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ചട്ടലംഘനം തെളിഞ്ഞാൽ പരിപാടിയുടെ സംപ്രേഷണം നിർത്തിവെക്കാൻ മന്ത്രാലയത്തിന് നിർദ്ദേശിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. പരിപാടിയിൽ ശാരീരികമായ ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കണമെന്നും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുസ്താഖും എം.എ. അബ്ദുൽ ഹക്കീമും ചൂണ്ടിക്കാട്ടി. ബിഗ് ബോസ് മലയാളം സീസൺ 6 സംപ്രേഷണവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1995 ടെലിവിഷൻ റെഗുലേഷൻ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള പരിപാടികൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സംപ്രേഷണം ചെയ്തൊരു എപ്പിസോഡിൽ സിജോ ജോൺ എന്ന മത്സരാർത്ഥിയെ സഹമത്സരാർത്ഥിയായ റോക്കി എന്ന ഹസീബ് എസ്.കെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. തുടർന്ന് റോക്കിയെ പരിപാടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പ്രസ്തുത സംഭവത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ ബിഗ് ബോസ് പരിപാടിയിൽ LGBTQIA+ കമ്മ്യൂണിറ്റിയെ മോശമായി ചിത്രീകരിച്ചെന്നും വിമർശനമുണ്ട്. സ്വവർഗ അനുരാഗിയ മത്സരാർത്ഥിയെ അപമാനിച്ചതിന്റെ പേരിൽ ദിശ സംഘടന BCC കേരള ബ്രോഡ്കാസ്റ്റ് കണ്ടന്റ് കംപ്ലയിന്റ് കൗൺസിലിന് പരാതി നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.